മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മൂക്കുതല ഭഗവതി ദിവസത്തിലെ മേലേക്കാവ് കീഴേക്കാവ് ക്ഷേത്രങ്ങളിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷം ഒക്ടോബർ 3 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ 11 ദിവസമായിട്ട് വിപുലമായി ആഘോഷിക്കുകയാണ്. ഈ വർഷത്തെ നവരാത്രി ആഘോഷം ഒമ്പിച്ച വിജയപ്രദമാക്കാൻ വേണ്ടി കഴിഞ്ഞ ജൂലൈ 14 തീയതി നാട്ടുകാരുടെ ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കുകയും ഈ യോഗത്തിൽ വെച്ചൊരു 42 അംഗ കമ്മിറ്റി രൂപീകരിച്ച് ഈ കമ്മിറ്റിക്ക് ഒരു ജനറൽ കൺവീനറെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. തുടർന്നുള്ള ഓരോ ആഴ്ചകളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് വിലയിരുത്തി പോയിട്ടുണ്ട് ഈ കമ്മിറ്റികൾ. എല്ലാ അർത്ഥത്തിലും ഈ നവരാത്രി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷത്തെ നവരാത്രിയുടെ വിപുലമായ വിജയത്തിന് വേണ്ടി പ്രോഗ്രാം, ഫൈനാൻസ്, പബ്ലിസിറ്റി, സ്വീകരണം, ക്ഷേത്രാലങ്കാരം, റിസപ്ഷൻ, ശ്രീകോവിൽ കാര്യങ്ങൾ എന്നിങ്ങനെ 7 സബ് കമ്മിറ്റികളും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കമ്മിറ്റികളും വളരെ ഊർജ്ജസ്വലതയോടെയാണ് രംഗത്ത് നിൽക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഈ നവരാത്രി പമ്പിച്ച പ്രൗഢഗംഭീരമാവും തന്നെയാണ് ഇതിൻ്റെ സംഘാടകരുടെ പൂർണ്ണ വിശ്വാസം. നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം ഈ അവസരത്തിൽ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടനവധി പ്രശസ്തരായ കലാകാരന്മാരാണ് ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപം അതുപോലെ തന്നെ വാഗ്ദേവി മണ്ഡപവും ധന്യമാക്കുന്നത്. പ്രോഗ്രാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രോഗ്രാമിൻ്റെ ചെയർമാൻ കൂടി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം വിശദമായിട്ട് പറയും. എങ്കിലും ലോകപ്രസിദ്ധരായ ശ്രീ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യം, ശ്രീമതി മാതകി സത്യമൂർത്തി എന്നിവർ ഈ വർഷവും നവരാത്രിയെ ധന്യമാക്കാണ്. കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, നവരാത്രിയുടെ 8ാം ദിവസമായ ഒക്ടോബർ 10 രാവിലെ 8:30 എം എസ് സുബ്ബലക്ഷ്മി ഫെലോഷിപ്പ് അവാർഡ് കരസ്ഥമാക്കിയ കുമാരി ഗംഗ ശശിധരൻ വയലിൻ കച്ചേരി അവതരിപ്പിക്കുന്നുണ്ട്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പ്രോഗ്രാമാണ്. അവർക്ക് നമുക്കിതിൻ്റെ പ്രൈം പ്രോഗ്രാം കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് അവർ നമ്മളെ സമീപിച്ചിട്ടുള്ളത്. എങ്കിലും നമ്മൾ ഈ വർഷത്തിൽ ഇത്രയും വലിയൊരു അംഗീകാരം നേടിയ ഒരു കുട്ടി ഈ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്. നമ്മളത് വളരെ കൗതുകത്തോടു കൂടി തന്നെയാണ് അതിന് കാണുന്നത്. ഒക്ടോബർ 3 തീയതി 5 മണിക്ക് ദേവസ്വം ബോർഡിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീമതി വിജയ് മാഡത്തിൻ്റെ അധ്യക്ഷതയിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ MR മുരളി സാറാണ് ഈ വർഷത്തെ നവരാത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ അവസരത്തിൽ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറ് മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട്. കൂടാതെ അസിസ്റ്റന്റ് കമ്മീഷണർ, ജൂനിയർ സൂപ്രണ്ട്, നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നിവരെല്ലാം ആശംസകൾ നേരുന്നു. എല്ലാ അർത്ഥത്തിലും ഈ വർഷത്തെ നവരാത്രി ആഘോഷം പ്രൗഢഗംഭീരമാക്കി തരണം. അതിലുപരി വിജയദശമി നാളിൽ 6:30 മുതൽ ചെറിയ കുട്ടികളെ എഴുത്തിനിരുത്തുന്നുണ്ട്. മഹാനവമി, വിജയദശമി നാളുകളിൽ 2 സ്റ്റേജുകളിലായിട്ട് മുഴുവൻ സമയം പ്രോഗ്രാമാണ് അരങ്ങേറുന്നത്. 500-ൽ പരം കലാകാരന്മാരാണ് പ്രാവശ്യം ഈ നവരാത്രിക്കായി മൂക്കുതലയിലെത്തുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ, ഈ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ, ട്രസ്റ്റി ബോർഡ് അംഗം കൊച്ചുകുട്ടി എന്നിവർ കൂട്ടിച്ചേർത്ത് പറയും. ഇപ്രാവശ്യം നവരാത്രി 11 ദിവസമാണ്. അപ്പോൾ അത് ഈ അഷ്ടമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം കാരണമാണ് ഒരു ദിവസം കൂടുതൽ വന്നത്. അപ്പോൾ നമ്മുടെ പുസ്തക പൂജ ഒരു ദിവസം കൂടുതലായിട്ട് വരും. 10-ാം തീയതി വൈകിട്ട് പുസ്തകം പൂജയ്ക്ക് വെച്ചാൽ 11, 12 കഴിഞ്ഞ് 13-ാം തീയതിയാണ് രാവിലെ പൂജ കഴിഞ്ഞിട്ട് പുസ്തകം തിരിച്ചു കൊടുക്കുന്നത്. ആ ഒരു വ്യത്യാസം കൊണ്ടാണത്. സാധാരണ 3 ദിവസം ഉണ്ടാവുള്ളൂ, പ്രാവശ്യം 4 ദിവസം പുസ്തക പൂജ വരുന്നുണ്ട്. അതുകൊണ്ടാണ് 11 ദിവസമായത്. സാധാരണ നവരാത്രി എന്ന് പറഞ്ഞാൽ 9 രാത്രിയും വിജയദശമി അടക്കം 10 ദിവസം ഉണ്ടാവും. പ്രാവശ്യത്തിൽ 11 ദിവസമുണ്ട്. ഈ 11 ദിവസങ്ങളിലായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 6:30 പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞന്മാർ അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് കൂടാതെ പകൽ സമയത്ത് വളർന്നു വരുന്ന കലാകാരന്മാർ എന്താണ് അക്ഷരം കുറിക്കുന്നതിനായി എഴുത്താശന്മാരായിട്ടുള്ള അഡ്വക്കേറ്റ് രാജഗോപാലൻ മേനോൻ, ശങ്കരനാരായണൻ നായർ, EN കൃഷ്ണമൂർത്തി, വിജയലക്ഷ്മി ടീച്ചർ തുടങ്ങിയവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതാണ്. പരിപാടികൾ വെച്ച് പറയുകയാണെങ്കിൽ ഉദ്ഘാടന ദിവസം ഓട്ടംതുള്ളലാണ്. സുരേഷ് കാളിയതിൻ്റെ ഓട്ടംതുള്ളലാണ് നടത്തുന്നത്. അതിനുശേഷം ഈ വെച്ചൂർ സി ശങ്കർ പിന്നെ ഒരു മോഹിനിയാട്ട കച്ചേരി 3-ാമത്തെ ദിവസം നടക്കുന്നുണ്ട്. ആരതി നമ്പൂതിരി കാടാമ്പുഴ അവർ മോഹിനിയാട്ട കച്ചേരി അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലാമണ്ഡലം ഈശ്വരനോട് ചാക്കോത്ത് ഈ വർഷം 30-ാമത്തെ വർഷമാണ് തുടർച്ചയായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
വേറൊരു സ്ഥലത്തും അദ്ദേഹം ഇങ്ങനെ 30 വർഷം തുടർച്ചയായിട്ട് അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് ഒരു പ്രത്യേകത ഉള്ളത്. പിന്നെ പുതിയ സംഗീതജ്ഞന്മാരായിട്ടുള്ള മൂഴിക്കുളം ഹരികൃഷ്ണൻ, CR വൈദ്യനാഥൻ ചെന്നൈ, ജജു നാരായണൻ കാലടി എന്നിവരും സാധാരണ പതിവുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യം, മാതങ്കി സത്യമൂർത്തി എന്നിവർക്കൊപ്പം വിവിധ ദിവസങ്ങളിൽ കച്ചേരി അവതരിപ്പിക്കുന്നുണ്ട്. ഈ മൂക്കുതല ഭഗവതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയായിട്ടുള്ള ശ്രീപാദ സപ്തതി ഇപ്രാവശ്യം ഭരതകലാഞ്ജലി നൃത്തവിദ്യാലയം നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് 7-ാം തീയതിയാണ്. അതാണ് ഒരു പ്രത്യേകതയുള്ളൊരു പരിപാടി. ബാക്കി നവമി ദശമി നാളുകളിൽ എല്ലാ ദിവസവും രാവിലെ പുറത്ത് സ്റ്റേജ് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 9 മണി വരെ നൃത്ത പരിപാടികളും തിരുവാതിരക്കളി, മിന്നൽ തിരുവാതിര അങ്ങനെ ഒരു പുതിയ പരിപാടി കൂടിയുണ്ട്. കോഴിക്കോടുള്ളൊരു ടീമാണ് അത് അവതരിപ്പിക്കുന്നത്. അതൊരു പ്രത്യേകതയുള്ളൊരു ഇതാണ്. അത് നേരിട്ട് കണ്ടാൽ തന്നെയാണ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേറെ എവിടെയും അത് ഇവിടെ അടുത്തൊന്നും അവതരിപ്പിക്കാത്തൊരു പരിപാടിയാണ്. അതും പ്രാവശ്യം ഒരു പ്രത്യേകതയായിട്ടുണ്ട്. ഇതാണ് പരിപാടികളെ കുറിച്ചിട്ട് പറയാനുള്ളത്. പാഠം കഴിഞ്ഞിട്ട് 4-ാം തീയതി മുതൽ 13-ാം തീയതി വരെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ഭക്ഷണം, അതുപോലെ തന്നെ വൈകുന്നേരം ഈ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം, ഇതെല്ലാം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ നവരാത്രി ഒറ്റക്കെട്ടായിട്ട് വളരെ ഭംഗിയായിട്ട് നടത്തണം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ഈ വരുമാനത്തിനനുസരിച്ചൊക്കെ ഞങ്ങൾ ഒരുമാതിരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ എല്ലാവർക്കും ഭക്ഷണം എന്ന് പറയുന്നത് നല്ലൊരു ചിലവുള്ള സംഗതി തന്നെയാണ്. അതേമാതിരി തന്നെ കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന ആൾക്കാർക്കൊക്കെ മൊത്തം കൊടുക്കും. വൈകുന്നേരം ഈ വരുന്ന പാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഞങ്ങൾ അതിന് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്കിതിൽ കൂടുതലായിട്ട് പറയാനുള്ളത്. മൂക്കുതല ദേവസ്വത്തിലെ മേലേക്കാവിലെ നവരാത്രി എന്ന് പറഞ്ഞാൽ ആ ദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് എല്ലാവരും കൊണ്ടാടുന്നത്. അതിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ നവരാത്രി ആഘോഷ കമ്മിറ്റി ഇന്നവരെ നൽകിയിട്ടുള്ള എല്ലാവക സഹായ സഹകരണങ്ങളും തുടർന്നും ഉണ്ടാവണമെന്ന് ഈ വേളയിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.